അല്ല ഇത് എവിടേക്കാ? അച്ഛനെ കാണാൻ. അച്ഛന്? അല്ല അച്ചാച്ചനെ. അയ്യോ കൃത്യസമയത്ത് എത്തി. ഇവിടെ തമ്മിച്ച് പൊടിയാണല്ലോ. സോറി. നോക്കി ചിരിക്കാതെ പട്ടിപ്പുല്ലേ, ഇത് മരിക്കാൻ പോകുന്നതിന്റെ വേഷം. യെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വാട്ട് ഈസ് ദിസ്? ഇന്റർവ്യൂ അറ്റൻഡ് തന്നെയാണോ അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ? സോറി, സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി പലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ. ഒരു മിനിറ്റ്. വെൽ ഡ്രസ്റ്റഡ് ഞാനിങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ. ചീറി പാഞ്ഞെത്തി ഒരു പാവം കാറിന് ഒരു കൗതും തോന്നി. ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നീ കോലത്തിലാക്കി. വകതിരിവില്ലാത്ത ആ പാവം കാരൻ അറിയില്ലായിരുന്നു സാർ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന്. പിന്നെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എനിക്കിവിടെ തിരിച്ചെത്താമായിരുന്നു. പക്ഷേ അപ്പോയിന്റ്മെന്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റോ? ഇല്ല. സോറി സാർ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു സ്ഥാപനത്തിലെ പേഴ്സണാലിറ്റികൾ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന്. പക്ഷേ ഇപ്പൊ മനസ്സിലായി സാർ, ഇവിടെ പങ്ക്ച്വാലിറ്റികൾ വലുതാണ് പേഴ്സണാലിറ്റി എന്ന്. എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റി പ്രശ്നമില്ല സാർ. വേണ്ട സാർ, ഇത്തരം ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ജോലി തരരുത്. എന്നെ നീ നിർത്തിക്കുക സാർ. പ്ലീസ് വെയിറ്റ്. എനിക്ക് ടൈമില്ലേ? പ്ലീസ് ഷോ യുവർ സർട്ടിഫിക്കറ്റ്സ്. എന്തിനാ സാർ? താങ്ക് യു. ഓക്കെ, യു ആർ സെലക്ടഡ്.